വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു അടിപൊളി ചിക്കൻ കറി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതൊരു ഫ്രൈഡ് ചിക്കൻ കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. സോ വിത്തൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ആ ഒരു എത്രത്തോളം കളർ വേണം, എത്ര എരിവ് വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കോൺഫ്ലോർ ആണ്. നമ്മൾ ആ ഒരു മസാല നല്ലൊരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം തെളിച്ചു കൊടുത്ത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒരു തിക്ക് പേസ്റ്റ് ആക്കി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫുൾ ചിക്കൻ പീസിലേക്കും ആ എല്ലാ മസാലയും ആ കോൺഫ്ലോറും എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് നമ്മൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം വെച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് ഫുള്ളായിട്ട് കുക്കാണ്ട് ഒരു 60 to 70% അതിന് ശേഷം നമുക്കത് ആ ഒരു ടൈമിനുള്ളിൽ തിരിച്ചും മറിച്ച് വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിനെ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ അതേ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് കോരി ഒരു കാസറോളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. ഗ്രേവി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് അധികം തന്നെ സവാള എടുത്തിട്ടുണ്ട്. ഒരു 10ഓളം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് ചിക്കൻ കറിക്ക് കുറച്ച് അധികം സവാള ഇടുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 തക്കാളിയും അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെയിം ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള നമുക്ക് ഭയങ്കര ബ്രൗൺ കളറായിട്ട് ആ രീതിയിലൊന്നും വഴന്ന് വരേണ്ട കാര്യമില്ല. ഒരു മീഡിയം രീതിയിൽ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും, അതായത് അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് അതിനെ അടച്ച് വെച്ച് ചെറിയ തീയിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് അതിനെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഉടച്ച് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി കുറച്ച് അധികം തന്നെ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ നോൺ വെജിലൊക്കെ. അപ്പോൾ ഈ ഒരു കുഞ്ഞു സ്പൂണിൽ ഞാനൊരു 6 സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2 മസാലകളും കൂടി ആ ഒരു ഉള്ളി തക്കാളി മിശ്രിതത്തിലേക്ക് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തൊന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഞാൻ ഇവിടെ കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് കറികളൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലപോലെ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴെല്ലാം നമുക്ക് ഫ്ലെയിം സിമ്മിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ മസാലകളെല്ലാം ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ആ എല്ലാ ചിക്കൻ പീസസിലേക്കും ആ ഒരു മസാല കോട്ടിങ് പിടിക്കുന്നത് പോലെ നമുക്ക് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കറിക്ക് എന്തുമാത്രം ഗ്രേവി വേണമോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ചിക്കൻ പീസസ് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് എനിക്കിഷ്ടം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു വെള്ളം നല്ലപോലെ വെട്ടിത്തിളയ്ക്കുന്ന ആ ഒരു ടൈം ആകുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ വെള്ളം ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ടൈമിൽ വീണ്ടും നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിങ്ങനെ ബോയിലായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് നല്ല രീതിക്ക് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരു 5 to 10 മിനിറ്റ്സ് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വരണം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ആ ഒരു മൂടി ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം നല്ല രീതിക്ക് അത് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ഗ്രേവി നല്ല അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകി ഒരുപാട് ഭയങ്കര തിന്നായിട്ടുള്ള ഗ്രേവി അല്ല, എന്നാൽ ഭയങ്കര തിക്കായിട്ടും അല്ല, ഒരു മീഡിയം തിക്നെസ്സിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ്സ് കൂടി നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിക്കാം.
അങ്ങനെ ദേ ഒരു 5 മിനിറ്റ് കൂടി നമ്മളൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് കളറൊക്കെ കണ്ടോ, അത് ആ ഒരു കാശ്മീരി ചില്ലി പൗഡർ ചേർത്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ്. ദേ ആ ഗ്രേവി ഉണ്ടോ നല്ല മീഡിയം തിക്നെസ്സിൽ നല്ല കിഡിലുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിരിക്കും. അപ്പോൾ അത് അങ്ങനെ ആ ചൂടിലിരുന്ന് കുറച്ചുകൂടി ഒന്ന് തിക്കാവും. അതിനുശേഷം എടുത്താൽ മാത്രമാണ് നല്ലൊരു ടേസ്റ്റിലേക്ക് കറി കിട്ടുള്ളൂ. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.